നമസ്കാരം ഫ്രണ്ട്സ്, കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായി ഈ ചാനൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോ 4 മണിക്ക് റിലീസാകാൻ വേണ്ടി പോവാണ് നമ്മുടെ മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഓഡിയൻ. ആ ഓഡിയനിലെ ഓഡിയൻ എന്ന ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ എന്റെ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അവസാന അതിർത്തികളിൽ ഒന്നായിരുന്നു ഞങ്ങളുടെ വള്ളുവനാട്. പഗാനിസം എന്ന പേരിലറിയപ്പെടുന്ന വിചിത്രമായ പാരമ്പര്യങ്ങളും ആചാരങ്ങളുമുള്ള ജനങ്ങളാൽ അലങ്കൃതമായ വന്യതയുടെ സൗന്ദര്യം. ഇവിടെ അഭ്യസിച്ചിരുന്ന ഹിന്ദുമതം വേദങ്ങളെക്കാൾ തദ്ദേശ സ്വയംഭരണ വിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ടിപ്പു സുൽത്താന്റെ അധിനിവേശവും തുടർന്നുള്ള ബ്രിട്ടീഷ് ഭരണവും നമ്മെ പുറം ലോകത്തിന് വെളിപ്പെട്ടുവെങ്കിലും ഞങ്ങളുടെ ചെറിയ പ്രപഞ്ചത്തിൽ സന്തുഷ്ടവും സംതൃപ്തരുമായിരുന്നു അവർ. 1970 വരെ ഈ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ആധുനികതയെ സ്പർശിക്കാതിരുന്നതുകൊണ്ട് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിപ്പോഴും തറവാട്, പാമ്പിൻകാവ്, വെളിച്ചപ്പാട് തുടങ്ങിയവയും നമ്മുടെ പൂർവികരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സമ്പന്നമായ പുരാണ കഥാപാത്രങ്ങളെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നു. ഒടിയനും അതുമായി ബന്ധപ്പെട്ട കഥകളും നമ്മുടെ നാടോടി കഥകളിലെ ഒരു പ്രധാന ഭാഗമാണ്. ഒരു കാർഷിക സമൂഹമെന്ന നിലയിൽ ഭൂരിഭാഗം എതിരാളികളും ഭൂ ഉടമയുമായി വഴക്കുണ്ടായിരുന്ന ഒരു കാലം. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പിൻഗാമി പ്രശ്നങ്ങളും തുടർന്നുള്ള കലഹങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലം. പ്രശ്നപരിഹാരത്തിന് ചിലർ സ്വന്തം എതിരാളിയെ വകവരുത്താനും മടിച്ചിരുന്നില്ല. അതിന് അവർ ഉപയോഗിച്ചിരുന്ന വാടക കൊലയാളിയായിരുന്നു ഒടിയൻ. അതെ, ഒരു തരം കൊട്ടേഷൻ പണി. തൊട്ടുകൂടാത്ത ജാതികൾ എന്ന് കൽപ്പിച്ചിരുന്ന ആളുകൾക്കിടയിലായിരുന്നു ഒടിയൻ വളർന്നു വന്നിരുന്നത്. കായികമായി വളരെ ശക്തരായിരുന്ന ഇവർ തദ്ദേശീയ ദേവന്മാരെക്കാളും ആദിവാസി ദേവന്മാരെയും ദുർമൂർത്തികളെയും ആരാധിക്കുകയും ദുർമന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. മന്ത്രവിദ്യയിൽ ശക്തരായി നിലനിന്നിരുന്ന ഇവരെ ആളുകൾ ഭയത്തോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. നാടോടിക്കഥകളിൽ പറയുന്നത് പ്രകാരം മനുഷ്യഭ്രൂണത്തിൽ നിന്നും ശേഖരിക്കുന്ന ഒരു പ്രത്യേകതരം എണ്ണ സ്വന്തം ചെവിയിൽ പുരട്ടിയാണ് ഒടിയന്മാർ ശത്രുക്കളുടെ മുന്നിൽ ആൾമാറാട്ടം നടത്തുന്നത്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ രൂപമാറ്റം നേടുകയല്ല, മറിച്ച് തൻ്റെ ശത്രുവിൽ ഐന്ദ്രികമായ ഒരു രൂപമാറ്റം അനുഭവവേദ്യമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. രാത്രികാലങ്ങളിൽ തൻ്റെ ശത്രുവിൻ്റെ വഴികളിൽ ഒരു കാളയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ മരങ്ങളായോ പാറകളായോ ഒളിച്ചിരിക്കുന്നു. ശത്രു അടുത്തെത്തുമ്പോൾ സ്വന്തം രൂപം സ്വീകരിക്കുകയും ശത്രുവിനെ വകവരുത്തുകയും ചെയ്യുന്നു. ശത്രുവിനെ വകവരുത്താൻ എന്തിനാണ് ഇത്രയും വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്? നേരിട്ട് ഏറ്റുമുട്ടി കൊലപ്പെടുത്തിയാൽ പാടില്ലേ എന്ന സംശയം ഇപ്പോൾ പലരുടെയും ഉള്ളിലുണ്ടാകാം. അതിനുള്ള ഉത്തരവും ഇത്തരം കഥകളിൽ തന്നെ ലഭ്യമാണ്. സാമ്പത്തികമായി മുന്നിൽ നിന്നിരുന്ന ആളുകളൊക്കെ കളരി പോലുള്ള ആയോധനകല അഭ്യസിച്ചിരുന്ന കാലമായിരുന്നു അത്. ആയതിനാൽ ആൾമാറാട്ടമല്ലാതെ ഇത്തരക്കാരെ കീഴ്പ്പെടുത്തുക എന്നത് പ്രയാസമേറിയ വഴിയായിരുന്നു. കൂടാതെ കൊലപാതകം പോലെയുള്ള ക്രൂരപ്രവൃത്തികളിൽ ചെയ്യുന്നത് കുടുംബത്തിന് ഏൽക്കുന്ന ഒരു പേരുദോഷമായി ആ കാലത്ത് ആളുകൾ കണക്കാക്കിയിരുന്നു. മായാജാലത്തിനും ആൾമാറാട്ടത്തിനും പുറമെ ശത്രുവിൽ അതിശയം ഉണർത്തുന്ന ചിലത് ഇവരുടെ പ്രവൃത്തികളിൽ കാണാവുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒടിയന്മാർ കാളയുടെ രൂപം സ്വീകരിക്കുന്നു എന്നിരിക്കട്ടെ. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി 3 കാലുള്ളതോ അല്ലെങ്കിൽ വാലില്ലാത്തതോ ആയ രൂപം സ്വീകരിക്കുകയും അത് തൻ്റെ ഇരകളിൽ അടുത്തു ചെന്ന് നിരീക്ഷിക്കുവാനുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞൊടിയിടയിൽ ഒടിയന്മാർ ഇരയെ തൻ്റെ കരവലയത്തിൽ അകപ്പെടുത്തുകയും വധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തെളിവൊന്നും ശേഷിക്കാത്ത രീതിയിൽ എല്ലാം തുടച്ചു നീക്കുന്നു. എന്നാൽ ശക്തിശാലികളായ ചില മാന്ത്രികന്മാർക്ക് ഒടിയൻ വേലകളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും നിരവധി കഥകൾ ലഭ്യമാണ്. ഇങ്ങനെയുള്ള ഒരു കഥ ഞാൻ പറയാം. ഒരിക്കൽ ഒരു മാന്ത്രികൻ രാത്രിയിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ വഴിയരികിൽ 2 കാളകളെ കാണാനിടയായി. എന്നാൽ ഇത് ഒരു ഒടിയൻ്റെ വേലയാണ് എന്ന് മനസ്സിലാക്കിയ മാന്ത്രികൻ തൻ്റെ മന്ത്രവിദ്യ കൊണ്ട് 2 കാളകളെയും കയറിൽ ബന്ധിക്കുകയും സമീപത്തുള്ള നദിയിൽ നിന്ന് ശേഖരിച്ച ജലം കൊണ്ട് ചെവിയുടെ പിറകിൽ പുരട്ടിയിരിക്കുന്ന മരുന്ന് കഴുകിക്കളയുകയും ചെയ്യുന്നു. തൻ്റെ യഥാർത്ഥ രൂപം തിരിച്ചറിഞ്ഞ ഒടിയൻ മാന്ത്രികനോട് മാപ്പപേക്ഷിച്ചു എന്നുമാണ് കഥ. ഭ്രൂണത്തിൽ നിന്നും എങ്ങനെയാണ് ഒടിവിദ്യകൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ ശേഖരിക്കുന്നത്? ഇതിനെക്കുറിച്ചും ചില നാടോടി കഥകളിൽ പറയുന്നുണ്ട്. ശൂദ്രവിഭാഗത്തിൽ പെടുന്നതും അടിയന്മാർ എന്ന് ഒരു കാലത്ത് അറിയപ്പെടുന്നതുമായ ആളുകൾ പകൽ സമയങ്ങളിൽ തനിക്ക് ഈ മന്ത്രമരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇരകളെ തേടി നടക്കുന്നു. അതായത് ഗർഭിണികളായ യുവതികളെ. ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നുമാണ് ഇവർ ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്.
പകൽ സമയത്ത് ഗർഭിണികളായ സ്ത്രീകളെ കണ്ടുപിടിക്കുകയും അവരുടെ വീടിന് മുന്നിൽ ഒരു പ്രത്യേകതരം അടയാളം വയ്ക്കുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ തങ്ങളുടെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഗർഭിണിയെ അബോധാവസ്ഥയിൽ താൻ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തെത്തുകയും ചെയ്യുന്നു. പ്രത്യേകതരം മുള കൊണ്ടുണ്ടാക്കിയ കത്തി ഉപയോഗിച്ച് ഗർഭിണിയുടെ വയറിൽ നിന്നും ഭ്രൂണം പുറത്തെടുക്കുകയും അത് മുളകളിൽ കോർത്ത് ഒരു പ്രത്യേകതരം എണ്ണ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് യുവതി തിരിച്ച് സ്വയം വീട്ടിലേക്ക് പോവുകയും രക്തസ്രാവം മൂലം മരണം അടയുകയും ചെയ്യുന്നു. എന്നാൽ ആ കാലത്ത് ആർക്കും അത് ഒടിയന്റെ ഒടിവേലയാണ് എന്ന് മനസ്സിലായിരുന്നു. കുറച്ചു തുള്ളി എണ്ണ മാത്രമേ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ എങ്കിലും ഒടിയന് ഇത് ധാരാളമായിരുന്നു. ചരിത്രപരമായി ഒടിയന് ഒരു അടയാളവും നൽകാനില്ല എന്ന് പറയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെയാണ് മലബാറിൻ്റെ ചരിത്രം ലോകം അറിയാൻ തുടങ്ങിയത്. ഒടിയൻ വിശ്വാസത്തിനും തമിഴകം കാലം തൊട്ടുള്ള വേരുകളുണ്ട്. ആദിവാസി വിഭാഗങ്ങൾ നടത്തിയിരുന്ന മാന്ത്രിക വിദ്യകൾ അപ്പോൾ പ്രശസ്തമായിരുന്നു. സംഘസാഹിത്യത്തിൽ ഇത്തരം മന്ത്രശക്തികളെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നതും മരിച്ചിരിക്കുന്നതുമായ നിഗൂഢാത്മാക്കളെ ആരാധിച്ച് ആഗ്രഹപൂർണം നടത്തിയിരുന്നു ഇത്തരക്കാർ. പിന്നീട് അവർ ഒടിയന്മാരായി പരിണാമം സംഭവിച്ചതുമാകാം. കാലാന്തരത്തിൽ ഒട്ടുമിക്ക തമിഴ് തന്ത്രവിദ്യകളും വേദങ്ങളുടെ ഭാഗമായപ്പോൾ ഇത്തരം മന്ത്രവിദ്യകൾ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നും ചരിത്രം പറയുന്നു. ഇന്ന് ഇവർ എവിടെയാണ്? കാലാന്തരത്തിൽ ഒടിയന്മാർക്ക് എന്ത് സംഭവിച്ചു? വൈദ്യുതിയുടെയും നൂതന സാങ്കേതിക വിദ്യകളുടെയും ഈ കാലത്ത് ഒടിയന്മാരുടെ പ്രസക്തി നഷ്ടമായി എങ്കിലും വള്ളുവനാട്ടിൽ കുറച്ച് ആളുകൾ ഒടിവിദ്യകളിലും ഒടിസേവയിലും ഇപ്പോഴും വിശ്വസിക്കുന്നു. ചില മരണങ്ങളുടെ കാരണം ഒടിയന്മാർ ആണ് എന്നുവരെ വിശ്വസിക്കുന്നവരും അവിടെയുണ്ട്. സത്യത്തിൽ വ്യക്തിതർക്കങ്ങൾ തീർക്കാൻ മറ്റു പല വഴികളും ആവിർഭവിച്ചതുമൂലവും ശൂദ്ര സമൂഹത്തിൽ ഒടിയൻ വേലകൾ പഠിക്കാനോ ഏറ്റെടുക്കാനോ ആളുകൾ കുറഞ്ഞു വന്നതോടും കൂടി മറ്റു പല ഭാരതീയ സമ്പ്രദായവും പോലെ ഒടിയൻ വേലയുടെ യാഥാർത്ഥ സത്യവും പുറംലോകം അറിയാതെ മൺമറഞ്ഞുപോയി. അപ്പോ ഒടിയന്റെ ചരിത്രം എന്താണെന്നും ഒടിയന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനൊന്നും വഹിക്കേണ്ട, ലാലേട്ടന്റെ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണുക. ഈ പറഞ്ഞ കാര്യങ്ങളും ലാലേട്ടന്റെ സിനിമയിലെ കാര്യങ്ങളും കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്